നമസ്കാരം. മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയിൽ 2 മാസത്തിനുള്ളിൽ വ്യാജ ഡോക്ടർ നടത്തിയത് 15 ഹൃദയ ശസ്ത്രക്രിയകൾ. മധ്യപ്രദേശിലെ ദാമോദ് ജില്ലയിലെ മിഷൻ ആശുപത്രിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. രോഗികൾ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത് വ്യാജ ഡോക്ടറാണെന്ന് തെളിഞ്ഞത്. മധ്യപ്രദേശിലെ ദാമോദ് ജില്ലയിലെ മിഷൻ ആശുപത്രിയിലാണ് സംഭവം. 2024 ഡിസംബർ മുതൽ 2025 ഫെബ്രുവരി വരെയാണ് ഇയാൾ ഇത്തരത്തിൽ 15ഓളം ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 7 രോഗികൾ ഒരു മാസത്തിനുള്ളിൽ മരിച്ചതോടെയാണ് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വ്യക്തമായത്. ലണ്ടനിൽ നിന്നുള്ള കാർഡിയോളജിസ്റ്റായ എൻ ജോൺ കാം എന്ന ഡോക്ടറുടെ വ്യാജ ഐഡന്റിറ്റിയിലാണ് നരേന്ദ്ര യാദവ് എന്ന പ്രതി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. പരാതി ഉയർന്നതോടെ ഇയാളെ ഇവിടെ നിന്ന് കാണാതെയായി. ഫെബ്രുവരിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ UK ആസ്ഥാനമായുള്ള പ്രശസ്ത കാർഡിയോളജിസ്റ്റായ ജോൺ കാമിന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്ന് കണ്ടെത്തി. അതേസമയം ചികിത്സാ പിഴവ് മൂലം മരണങ്ങൾ സംഭവിച്ചതായി ചീഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുകേഷ് ജെയിനും ജില്ലാ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ വിക്രം ചൗഹാനും സ്ഥിരീകരിച്ചു. വിഷയം അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അതുവരെ ഒരു വിശദീകരണം നൽകാൻ കഴിയില്ലെന്ന് ദാമോ കളക്ടർ സുധീർ കൊച്ചാർ പറഞ്ഞു. അതേസമയം ചികിത്സയ്ക്കിടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഈ വെളിപ്പെടുത്തലുകൾ ഞെട്ടിച്ചിരിക്കുകയാണ്. 63-കാരിയായ റഹീസയാണ് മരിച്ചവരിൽ ഒരാൾ. ജനുവരി 13-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജനുവരി 14-ന് ഇവർക്ക് ആൻജിയോഗ്രാഫി നടത്തി. ജനുവരി 16-ന് ശേഷം ഇവരെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയമാക്കി. അതിനിടയിൽ ഇവർക്ക് വലിയ ഹൃദയാഘാതം സംഭവിച്ചതായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ നൽകിയിരുന്നെങ്കിലും മരിക്കുകയുമായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിനാൽ ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പോയില്ലെന്ന് റഹീസയുടെ മകൾ നബി ഖുറേഷി NDTVയോട് പറഞ്ഞു. എന്നാൽ പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലൂടെയാണ് ഇയാൾ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞതെന്നും ഇതുവരെ ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ തങ്ങളോട് വിശദീകരണം നൽകിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. മംഗൾ സിംഗ് എന്ന വ്യക്തിയാണ് മരിച്ച മറ്റൊരാൾ. ഫെബ്രുവരി 4-ന് ഗ്യാസ് സംബന്ധമായ പ്രശ്നത്തെ തുടർന്നാണ് തന്റെ പിതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മകൻ ജിതേന്ദ്ര സിംഗ് ആരോപിച്ചു. ആൻജിയോഗ്രാഫി നടത്തി ഹൃദയ ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഡോക്ടർമാർ ഇല്ലായിരുന്നുവെന്നും ഇയാൾ ആരോപിക്കുന്നു. 8,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ നൽകണമെന്നും അവർ പറഞ്ഞു. എന്നാൽ അത് നൽകിയില്ലെന്നും ഇയാൾ ആരോപിക്കുന്നു. വിശദ അന്വേഷണത്തിന് NHRC സംഘം ഏപ്രിൽ 7 മുതൽ 9 വരെ സ്ഥലം സന്ദർശിക്കും. പരാതിയിൽ പരാമർശിച്ചിരിക്കുന്ന ആശുപത്രിക്കെതിരെയും അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കുമെതിരെയും അന്വേഷണം നടത്തുമെന്ന് NHRC അംഗം പ്രിയങ്ക കനുങ്കോ പറഞ്ഞു.